മേളത്തിരി ദൂരേന്ന് കേട്ടു. പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം. അപ്പോ ജീവനോടെ ഉണ്ടല്ലേ? അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര. എന്തായി വരെ? ഇല്ല, വരില്ലാന്ന് ഭാനുമതിയാ പറഞ്ഞ. ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തിലാ. എന്താ ചെയ്യാ, നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ, ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട. പ്രയാസോ? ആർക്ക്? എന്തിന്? എന്റെ ആരാണ് അവര് പ്രയാസപ്പെടാൻ? സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം 3 നീലാണ്ടൻ ഇളകിയോ? നീലാണ്ടൻ കുലുങ്ങണെങ്കിലേ ഇത്തിരി പ്രയാസപ്പെടും കേട്ടോ. കോന്തം മതി മതി, ഇനി അതുമ്മ പിടിച്ച് തൂങ്ങണ്ട. ആരുടെ ചേച്ചി കത്ത്? പണിക്കർ സാറിന്റെ. ഇത് മാരാത്ത പിള്ളേരുടെ കയ്യിലെങ്ങാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ. ചേച്ചിയുടെ തീരുമാനം? ഇല്ല മോളെ, ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല. നീ ചെല്ലേ. ലീല എവിടെ? ഉറങ്ങ. വിളിക്കണ്ട, നീ പോയി ചോറെടുത്ത് വയ്ക്ക്. എടി, നിനക്ക് ഇത്ര ധൈര്യമല്ലേടി? ഇതിലപ്പുറം ധൈര്യം എന്തേലുണ്ട്? പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞേക്കൂ. നീ പ്രസംഗിക്കുന്നു വേണ്ട. ദേഹത്തൊന്ന് മുട്ടി ഒരുമി കൊഞ്ചിപ്പുഴയും വന്നാലേ ഞാനൊരു പുരുഷനാ. പുരുഷനോ? തനിക്ക് ആ വാക്ക് പറയാൻ അർഹതയുണ്ടോ? ഇറങ്ങിക്കോടാ എന്റെ വീട്ടിൽ നിന്ന്. അറുവാണിച്ചുള്ള കയറ്റി കിടത്തിട്ട് കൊടുക്കാൻ എന്റെ കുട്ടികൾക്ക് അച്ഛനില്ലാണ്ടാവും. ആട്ടക്കാരിയല്ലേ? പുരുഷന് മയക്കം വിദ്യകൾ എന്തെല്ലാം കാണും. മതി, ഇനിയത്തെ കുട്ടികളെ ദുഷ്ടത്തെങ്കിലും പറഞ്ഞാൽ കൊത്തി അറിഞ്ഞില്ല ഞാൻ. ഭാനു, കൈ കൊണ്ടുവന്ന് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ. ഇല്ല അച്ഛാ, എനിക്ക് കഴിയില്ല. ഭാനു, വേറെ എന്തെങ്കിലും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിയിട്ടൊരു നിവൃത്തിയുള്ളൂ. അയാൾ എന്റെ ജീവിതം തന്നെ തകർത്ത മഹാപാപി ആയിരിക്കാം. പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്തി കയറി പിടിക്കാൻ അവിടെ ആരും വരില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ. വാ മോളെ. അച്ഛനാ പറയുന്നേ, കൂടെ വരാൻ. ആഹാ, വരിക വരിക. ദാ ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയ എന്നെ വിളിക്കാൻ മറക്കരുത്. വരെ കുട്ടികളെ, എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത്? ചായയോ സംഭാരോ? ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. നല്ല കഥയായി. നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ, പിന്നെ ഞാനെന്തിനാ? ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ. തറവാട്ട് മഹിമയും പാരമ്പര്യവും എനിക്ക് വലിയ കാര്യമല്ല. എന്റെ മകളെ പട്ടിണിക്കിടാതെ നോക്കുന്ന ഒരുത്തരാവണം, അത്രേ ഉള്ളൂ. എന്താ ഇപ്പൊ പൊറുതി മംഗലേശ്വരിയിലാണെന്ന് കേട്ടു. നീലാണ്ടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ? ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം. മുണ്ടക്കൽ ശേഖരന് താല്പര്യമുണ്ട്. ശേഖരന്റെ ഉള്ളത് ഇന്ത്യൻ ഉറുപ്പി തന്നെയാ.
മനസ്സില്ലെങ്കില് പബ്ലിക് റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ധിക്കാരം പറയുന്നു. പറയും. അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ. മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. ശേഖരന്റെ എച്ചിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ. മുമ്പ് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ഇനിയും വേഷം കെട്ടെടുത്താ അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും. അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ. അനുഭവിക്കണ്ടേ? ദൈവനിശ്ചയായിരിക്കും. മാഷ് വിഷമിക്കരുത്. ഇനി ഒരുത്തനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല. 1000 കുടത്തിന്റെ വായടയ്ക്കാം. എന്നാൽ ഒരാളുടെ അടയ്ക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം. അത് എനിക്ക് വിട്ടേക്കൂ. മാഷ് അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട. പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട. അപ്പോ അവര് ജയിച്ചു എന്നാവും. ഞാൻ കാരണം നിങ്ങളാരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല. എഴുത്തച്ഛനെ അമ്മ അയച്ചതാ. കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അയച്ചിരിക്കുന്നത്. കാണണമെന്ന് കരസരായ മോഹമുണ്ട്. അതുകൊണ്ടാ. പൊയ്ക്കോളൂ. വരില്ലാന്നറിഞ്ഞ മനോവിഷമം ഉണ്ടാവും. മനോവിഷമം ഉണ്ടാവണ്ട. വരണുണ്ട്. നടന്നോളൂ. ഞാൻ പുറകെ എത്തി. എന്റെ ശിവനെ, ഇതെന്ത് പറ്റി? ഒന്ന് കാണാന്ന് കരുതാൻ. കാണാൻ മാത്രല്ലടോ, കൂട്ടിക്കൊണ്ടുവരാൻ കൂടാ പോണ. എന്താ ഞാൻ ഈ കേക്കണേ? അമ്മ വേണം. അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരെ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ. പിന്നെ കൂടെ പൊറുക്കാൻ കരളുറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ 4 ആൾ അറിയെ വിളിച്ചോണ്ട് വരണം. ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ. എനിക്കിനി മരിച്ചാ മതി. അരുതാത്തത് പറയാടോ. മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. ആ നിഷേധിനെ പടി കയറ്റരുത്. എനിക്ക് അതേ പറയാനുള്ളൂ. ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? അവളുടെ ഒരു ആഗ്രഹമാണ്. അതിനെതിരെ നിൽക്കാൻ തോന്നില്ല. മോനെ അവളൊന്ന്. മോൻ എങ്ങനെ പറഞ്ഞു ഓപ്പോളിന്റെ വയറ്റിലെ അസുരൻ? അപ്പുറത്തെ ഇരിക്കെ. ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത്? എന്താ അമ്മ ഇങ്ങനെ? അല്ല, ഒരുപാട് തിരക്കുള്ള ആളല്ലേ. സോമനസാലെ നീ വരില്ലെന്നറിയായിരുന്നു. അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. അതാ ഞാൻ ആളെ വിട്ടത്. മരുന്നൊക്കെ? മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയൂ. ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും. ജീവിക്കണമെന്ന് മോഹമില്ലാത്തോണ്ട് ഞാനതൊക്കെ നിർത്തി. ഗുണദോഷിക്കല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നറിയാം. ഒരപേക്ഷയുണ്ട്, അത് കേൾക്കണം. നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും കൊണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട്. മംഗലശ്ശേരി മാധവ മേനോൻ എന്നൊരു മനുഷ്യന്റെ. ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത
ആ മനുഷ്യന്റെ പേര് നീ കാരണം ചീത്തയാകേണ്ടി വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല. മനഃപൂർവ്വം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. മനഃപൂർവമോ അല്ലയോ, ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത്. എനിക്കെന്താ ചെയ്യാൻ കഴിയുക? നിനക്ക് കഴിയണം സ്വയം മാറാൻ. അതല്ലെങ്കിൽ നീ സത്യം അറിയണം. അതിനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. സത്യം? അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. എന്താണ് അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ. നിന്റെ അച്ഛനല്ല അദ്ദേഹം. അമ്മേ, ഒച്ച വയ്ക്കണ്ട, ശാന്തനായി കേട്ടോളൂ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോ എന്റെ വയറ്റിൽ നിനക്ക് 2 മാസത്തെ വളർച്ചയുണ്ടായിരുന്നു. എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ്, അതാഗ്രഹിച്ചു തന്നെയാണ്. പക്ഷേ എല്ലാം ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു. നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി. എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂടെ കഴിഞ്ഞ 26 വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു. നീലകണ്ഠ, ദാനം കിട്ടിയതിന് പാരമ്പര്യമായി കണ്ട് അനുഭവിക്കരുത്, അതിൽ അഹങ്കരിക്കരുത്. നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ടൊരു അമ്മയുടേതാണ് മോനെ. മോനെ നീല, മോനെ മോൻ. ഞാനൊരു പിഴപ്പ് പറ്റവനാണല്ലേ? തന്തയില്ലാത്തവൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. ഭിക്ഷ കിട്ടിയതാണെന്നറിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിഡ്ഢിയായി. ദാനം കൊടുത്ത് മാത്രം ശീലിച്ചവന് ഈ ജന്മം പോലും ഒരാളിന്റെ ദയായിരുന്നു എന്നറിയുമ്പോ ഇതെന്റെ മരണമാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ മരണം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര്, എന്റെ അച്ഛന്റെ പേര്, എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ്. ആദ്യമായി ഞാൻ വെറുക്കുകയാണ്. എനിക്ക് 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 വെറുപ്പാണ്. ഇതെന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല. എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യ്. വരേ, ആരാത്? ഓഹോ, അതാ അപ്പൊ നന്നായത്. എന്ത് പറ്റി നീല? താൻ ചോദിച്ചതിന് ഉത്തരം പറയും. ആരാത്? ഇതെന്താ എന്റെ നീല? അച്ഛന്റെ പടം നോക്കിയിട്ട് ആരാണ് ചോദിച്ച? അച്ഛൻ. അമ്മ മക്കളോട് ആരെ ചൂണ്ടി അച്ഛനെന്ന് പറയുന്നോ അവരാണ് മക്കൾക്ക് അച്ഛൻ. അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം. എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. എന്താ നീല അത്? എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ? അതെ വരരെ, ഞാൻ പിഴച്ചു പറ്റാന്. പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ? പോവാ, പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം. അമ്മയുടെ വായിൽ നിന്നറിയണം ആരാണ്. ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം. അല്ല, മരിച്ചുപോയെങ്കിൽ തർപ്പണം നടത്തണം.
അരുതേ. വെളുപ്പിന് ഒരു 4 മണി കൊണ്ട് അടുപ്പിച്ചായിരിക്കും വേദന വന്നത്. കടിച്ചമർത്തി കിടന്നു എന്നാ തോന്നുന്നത്. കയ്യെത്താവുന്നിടത്ത് വെച്ചിരുന്ന വേദനയുടെ ഗുളിക തൊട്ടിട്ടില്ല. മരിക്കാൻ തീരുമാനിച്ചതുപോലെ. അല്ല, നീലകണ്ഠൻ ഇങ്ങനെ നിന്നാലോ? പോയി കുളിച്ചിട്ട് വരിക. ചടങ്ങുകൾ തുടങ്ങാൻ നേരായി. പോന്നേരെ ഓപ്പോൾക്ക് കൊള്ളി വെക്കണ ഏട്ടന്റെ മകൻ ഹരീഷ്ണ, മനസ്സിലായോ? അല്ല തമ്പുര, മോനുള്ളപ്പോ പറയണ അങ്ങനെ മനസ്സിലാക്ക. അല്ല, ഈ കാര്യത്തിൽ വാശി പിടിക്കരുത്. ഒരു മകന്റെ അവകാശം ഇത്. മകനോ? ഞങ്ങൾ അങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിലോ? വല്യമ്പരാൻ പറയണം, നീലാണ്ടനുള്ളപ്പോ മാറ്റി നിർത്തി കർമ്മം നടത്തണത്. തന്നെ ഇപ്പൊ ഉപദേശം തരാൻ ആരും ക്ഷണിച്ചിട്ടില്ല. മുടിക്കാൻ പറഞ്ഞ സന്തതിയെ കുറിച്ച് ഓർത്ത് നെഞ്ചു പൊട്ടിയാ ആ പാവം മരിച്ചത്. അവൻ കൊള്ളി വെച്ച് അശുദ്ധമാക്കിയ അതിന് പരലോകത്തും മോശം കിട്ടില്ല. വരേ വരൂ. അറിയാനുള്ള അവകാശം കുഞ്ഞിനുണ്ട്. പക്ഷേ എന്റെ ധർമ്മം കൊല്ലങ്ങളായി കോലത്തെ ഉപ്പും ചോറും തിന്നണം. കണ്ടതും കേട്ടതും എല്ലാം ഉള്ളിൽ മൂടി വെക്കുക. എനിക്കറിയാവുന്നതൊക്കെ എന്നോടുകൂടി മണ്ണണിഞ്ഞോട്ടെ. എന്നെ നിർബന്ധിക്കരുത്. പക്ഷേ ഒന്നു കുഞ്ഞ് മനസ്സിലായിക്കൊള്ളൂ, എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളായിരുന്നു. രാജരക്തം തന്നെയാണ് ഈ ദേഹത്തോട് ഒഴുകുന്നത്. കാരണവന്മാരുടെ പിടിവാശിയും മത്സരവും അതുകൊണ്ട് നടക്കാതെ പോയി. ഇനിയിപ്പോ എഴുത്തച്ഛൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പോയിടത്തേക്ക് കുറെ വൈകി. ഇപ്പൊ അമ്മയും പോയി. പ്രാർത്ഥിക്കുക ആത്മശാന്തിക്ക് വേണ്ടി. ഒരിക്കലും വെറുക്കരുത്. ആഗ്രഹിക്കാണ്ട് കിട്ടിയ കുഞ്ഞായിട്ട് അമ്മ കണ്ടിരുന്നു എന്നുള്ള വിചാരം വേണ്ട. പുണ്യായിട്ട് തന്നെ കരുതിയിട്ടുള്ളൂ.